കാത്തിരുന്ന് അങ്ങനെ അതും കാണാൻ സാധിച്ചു. നമ്മുടെ ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡെഗാർഡ് ആ പ്രീമിയർ ലീഗ് ട്രോഫിയും എടുത്തുകൊണ്ട് മന്ദം നമ്മുടെ പ്ലെയേഴ്സിൻ്റെ നടുക്ക് വന്ന് നിന്ന് ആ ട്രോഫി അങ്ങോട്ട് ഉയർത്തുമ്പോൾ ചങ്കിനകത്തുള്ള ആ ആർസണൽ ഫാന് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വൺ ഓഫ് എ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് മൊമെൻറ്റ്, അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. വൺ ഓഫ് എ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് മൊമെൻറ്റ് തന്നെയായിരുന്നു അത്. സെലിബ്രേഷനിടയ്ക്ക് ഓരോ ആർസണൽ പ്ലെയറും മാറി ആ ട്രോഫി എടുത്ത് ഉയർത്തുമ്പോൾ ചങ്കിനകത്ത് പറയുന്നുണ്ട് ഈച്ച് ആൻഡ് എവരി സിംഗിൾ വൺ ഓഫ് ദം ഡിസേർവ്സ് ഇറ്റ് എന്നുള്ളത്. ആൻഡ് മിക്കേൽ ആർട്ടറ്റ മാൻ, പുള്ളിയുടെ സന്തോഷം കാണുമ്പോണ്ടല്ലോ വല്ലാത്തൊരാശ്വാസമാണ് മനസ്സിനകത്ത്. കാരണം അത്രയും കേട്ടിട്ടുണ്ട് ആ മനുഷ്യൻ കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് എന്നുള്ളത്. ഹി ഡിസേർവ്സ് ഇറ്റ്. ഇപ്പോൾ കിട്ടുന്ന എല്ലാത്തിനും പരിപൂർണ അർഹനാണ് മിക്കേൽ ആർട്ടറ്റ എന്ന് പറയുന്ന ആ ഒരു മാനേജർ, ആ ഒരു വ്യക്തി എന്നുള്ളത്. പ്രീമിയർ ലീഗിൽ തന്നെ താൻ കളിച്ച ക്ലബിന് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുക്കുന്ന ആദ്യത്തെ മാനേജർ ആവുകയാണ് ഇതോടുകൂടി മിക്കേൽ ആർട്ടറ്റ. 85 പോയിൻറ്റുമായിട്ടാണ് നമ്മൾ ഈ സീസൺ അവസാനിക്കുന്നത്. ക്രിസ്റ്റൽ പാലസായിട്ട് നടന്ന മത്സരം 2-1 നമ്മൾ വിജയിച്ചതാണ് സെൽഹർസ്റ്റ് പാർക്കിൽ. ഗബ്രിയേൽ ജീസസ് ഗോൾ സ്കോർ ചെയ്തു, ന്യൂനി മഡൂക്ക് ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 2-1 നല്ലൊരു വിജയത്തോടു കൂടി തന്നെ നമ്മൾ ഈ സീസൺ അവസാനിപ്പിച്ചു. 85 പോയിൻറ്റുമായിട്ട് ചാമ്പ്യൻസ് ഓഫ് ഇംഗ്ലണ്ട് ആയിട്ട്. മത്സരം കഴിഞ്ഞ് കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു ട്രോഫി എടുത്ത് പൊക്കുന്ന സീക്വൻസ് കാണാനായിട്ട്. എന്തായാലും കാത്തിരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് ടൈം മൊമെൻ്റ് തന്നെയായിരുന്നു അത്. 22 വർഷത്തെ കാത്തിരിപ്പ്, കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന കുറേ കുത്തുവാക്കുകൾക്കൊക്കെ ഉള്ള ഒരു പെർമനൻ്റ് മറുപടിയും കൂടിയായിരുന്നു ആ ഒരു ട്രോഫി ഉയർത്തുന്ന ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. எனவே ഈ ഒരു സീസണിലുടനീളം നമുക്ക് കുറേ നല്ല മൊമെൻറ്റ്സും ചീത്ത മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ടായിരുന്നു ഈ സീസണിൽ. ഇറ്റ് വാസ് നോട്ട് എ വൺ വേ ഗ്രാഫ് ഫോർ us. പക്ഷേ ഇതിനകത്ത് തന്നെ ചില മൊമെൻറ്റ്സ് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ഈ സീസണിൽ നമ്മുടെ ടൈറ്റിൽ റേസ് ഡിഫൈൻ ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി. സോ ഇതെൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ടോപ്പ് 5 മൊമെൻറ്റ്സ് ഫ്രം ആർസണൽസ് ടൈറ്റിൽ വിന്നിങ് സീസൺ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇറ്റ് ഈസ് മൈ പെർസ്പെക്റ്റീവ്. സോ ഫസ്റ്റ് മൊമെൻ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ ഗ്ലോറിയസ് ചിപ്പാണ്. സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാമായിരുന്നു സിറ്റി ആർ ഗോയിങ് ടു ബി വൺ ഓഫ് ദ ടൈറ്റിൽ കണ്ടൻഡേഴ്സ് ദാറ്റ് ആർ ഗോയിങ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് us ഡ്യൂറിങ് ദിസ് സീസൺ. സോ സെപ്റ്റംബറിൽ മാൻചസ്റ്റർ സിറ്റി എംറേസ് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ഇറ്റ് വാസ് വെരി മച്ച് നെസസറി ഫോർ us നോട്ട് ടു ലെറ്റ് ദം ടേക്ക് 3 points away from us. പക്ഷേ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാൻചസ്റ്റർ സിറ്റി ലീഡ് കണ്ടെത്തി. മത്സരത്തിൻ്റെ അവസാന ഘട്ടം വരെ നമ്മൾ അവരുടെ പിറകെ ഓടുകയായിരുന്നു. പക്ഷേ മത്സരത്തിൻ്റെ അവസാന മൊമെൻറ്റ്സിലേക്ക് എത്തിയപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കളിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. 84ാമത്തെ മിനിറ്റിൽ മിക്കേൽ ആർട്ടറ്റ ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ കളത്തിലേക്ക് ഇറക്കി വിട്ടു. മത്സരം സ്റ്റോപ്പേജ് ടൈമിലേക്ക് പോയി. അവിടെ മിഡ്ഫീൽഡിൽ നിന്ന് എബ്രച്ചി എസ് വെച്ച് കൊടുക്കുന്ന ഒരു ലോങ് ബോളിലേക്ക് ഗബ്രിയേൽ മാർട്ടിനെല്ലി ഡിഫൻഡറിൻ്റെ കൂടെ പിടിച്ചോടി കയറി വന്ന ഗോൾ കീപ്പറെയും കബളിപ്പിച്ചുകൊണ്ട് ഒരു ഇൻ്റലിജൻറ്റ് ചിപ്പ് കളിയുടെ റിസൾട്ട് മൊത്തത്തിൽ മാറ്റിമറിച്ചു. മത്സരം 1-1 അവസാനിച്ചു. അങ്ങനെ സിറ്റിയിൽ നിന്നും വളരെ ക്രൂഷ്യലായൊരു 2 പോയിൻ്റ് ലേറ്റായിട്ട് ഗബ്രിയേൽ മാർട്ടിനെല്ലി നിഷേധിച്ചു എന്നുള്ളതാണ് സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ വൺ ഓഫ് ദി ക്രൂഷ്യൽ മൊമെൻറ്റ്സ് ആയിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മൊമെൻ്റായിട്ട് ഞാൻ പറയുന്നത് സെൻറ്റ് ജെയിംസ് പാർക്കിലെ കംബാക്ക്. സെൻറ്റ് ജെയിംസ് പാർക്ക് നമ്മുടെ ടീമിന് അത്ര നല്ലൊരു ഹാപ്പി ഹണ്ടിങ് ഗ്രൗണ്ട് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒക്ടോബറിൽ ടീം ന്യൂകാസിലിനെ ഫേസ് ചെയ്യാനായിട്ട് സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോകുന്നതിന് മുമ്പുള്ള 3 മത്സരങ്ങൾ ഇൻ ഓൾ കോമ്പറ്റീഷൻസ് നമുക്കവിടെ ജയിക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരത്തിലും തുടക്കം തന്നെ ന്യൂകാസിൽ ഗോൾ സ്കോർ ചെയ്തു, അവർ ലീഡെടുത്തു, നമ്മൾ പ്രഷറിലേക്ക് പോയി. പക്ഷേ 83ാമത്തെ മിനിറ്റിൽ മിക്കൽ മെറീനോൻ്റെ ഹെഡർ ഗോളിൽ നമ്മൾ ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തിയത്. ബട്ട് തുടരെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാനും മുകളിൽ നിൽക്കുന്ന ലിവർപൂളായിട്ട് ഗ്യാപ്പ് ഇനിയും കൂടാതിരിക്കാനായിട്ട് ആ വിജയ ഗോൾ വളരെ അനിവാര്യമായിരുന്നു നമുക്ക്. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ നമുക്കൊരു കോർണർ കിട്ടി. അവിടെ ഗബ്രിയേലിൻ്റെ ഹെഡർ ഗോളിൽ മത്സരത്തിൻ്റെ റിസൾട്ട് അപ്പാടെ മാറി. 2-1 എന്നുള്ള വിജയം, ഒരു കംബാക്ക് വിക്ടറി നേടാൻ നമുക്ക് സാധിച്ചു. പിന്നീട് മിക്കേൽ ആർട്ടറ്റ തന്നെ പറഞ്ഞിട്ടുണ്ട് മത്സരത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിജയമായിരുന്നു സെൻറ്റ് ജെയിംസ് പാർക്കിൽ എന്നുള്ളത്. സീസണിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഫൈറ്റ് ചെയ്ത് അവസാനം ഒരു കംബാക്ക് നടത്താനുള്ള കാലിബർ നമ്മുടെ ടീമിനുണ്ട് എന്ന് പ്രൂവ് ചെയ്ത ഒരു കംബാക്ക് വിക്ടറി ആയിരുന്നു അത്. നൗ ദ തേർഡ് മൊമെൻറ്റ്, വൈൽഡ് കാർഡ് എൻട്രി ഓഫ് മാക്സ് ഡോമൻ. 2026 മാർച്ചിൽ
എവർട്ടണുമായിട്ടുള്ള നമ്മുടെ ഹോം മാച്ചായിരുന്നു. മത്സരത്തിൽ എവർട്ടൻ്റെ ഡിഫൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അറ്റാക്കിംഗ് യൂണിറ്റിന് കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. മത്സരം നില്ലായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. ആർസണൽ വെർ റണ്ണിങ് ഔട്ട് ഓഫ് ഐഡിയാസ്, റണ്ണിങ് ഔട്ട് ഓഫ് ഓപ്ഷൻസ്, റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, ബട്ട് ഡെസ്പറേറ്റ്ലി ഇൻ നീഡ് ഓഫ് എ വിൻ. മിക്കൽ ആർട്ടറ്റയുടെ ആ ഡെസ്പറേഷൻ എത്തി നിന്നത് മാക്സ് ഡോമൻ എന്ന് പറയുന്ന ടീനേജറിൻ്റെ അടുത്തായിരുന്നു. മത്സരം അവസാനിക്കാൻ 15 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ മിക്കൽ ആർട്ടറ്റ മാക്സ് ഡോമനെ കളിക്കളത്തിലേക്ക് ഇറക്കി വിട്ടു. ആൻഡ് ആ ഒരു ടീനേജർ മത്സരം മൊത്തത്തിൽ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. മാക്സ് ഡോമൻ്റെ ക്രോസിൽ നിന്നും വിക്ടർ ഗ്യോക്കറസ് ഗോൾ നേടുന്നു, ഫസ്റ്റ് ഗോൾ. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷനിൽ പന്ത് സ്വയം 60 മീറ്റർ കൊണ്ടോടി മാക്സ് ഡോമൻ ഓപ്പൺ നെറ്റിൽ ഫിനിഷ് ചെയ്യുന്നു. പ്രീമിയർ ലീഗിലെ യങ്ങസ്റ്റ് ഗോൾ സ്കോററായിട്ട് അങ്ങനെ മാക്സ് ഡോമൻ സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ളതാണ്. ക്രിട്ടിക്സ് പറഞ്ഞത് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫൈനിങ് മൊമെൻറ്റ് ഇൻ ദ പ്രീമിയർ ലീഗ് എന്നുള്ളതായിരുന്നു. ഡെസ്പറേറ്റ് ആയിട്ട് നിന്ന ആർസണലിന് ഒരു അൺലൈക്ലി സോഴ്സിൽ നിന്നും റിസൾട്ട് കണ്ടെത്താം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമായിരുന്നു ഈ ഒരു മാച്ചും, ഈ മാച്ചിൽ മാക്സ് ഡോമൻ്റെ പെർഫോമൻസും എന്നുള്ളതാണ്. ആർസണലിൻ്റെ മിക്കൽ ആർട്ടറ്റയുടെ ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. നൗ വി ഗോ ഫോർ ദ ഫോർത്ത് മൊമെൻറ്റ്, ഡേവിഡ് റായ സേവിങ് ദ സീസൺ. സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡുമായിട്ട് നമ്മുടെ എവേ മാച്ച്, ദ ലാസ്റ്റ് റൺ ഓഫ് മാച്ചസിലെ ഏറ്റവും ക്രൂഷ്യൽ മാച്ചായിരുന്നു നമ്മുടേത്. വെസ്റ്റ് ഹാം യുണൈറ്റഡ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ഫൈറ്റ് പുറത്തെടുത്തു എന്നുള്ളത് തന്നെയാണ് സത്യം. ഓഫ് കോഴ്സ് അവർ റിലഗേഷൻ തരണം ചെയ്യാനുള്ള മരണപ്പാച്ചിലായിരുന്നു. മത്സരത്തിന് തുടക്കത്തിൽ നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ മുതലാക്കിയുമില്ല. മത്സരം നില്ലായിട്ട് തന്നെ മുന്നോട്ട് പോയി. പക്ഷേ 78ാമത്തെ മിനിറ്റിൽ ആർസണൽ ഫാൻസിൻ്റെ ചങ്കിടിച്ചു പോയതാണ് ശരിക്കും. 78ാമത്തെ മിനിറ്റിൽ വെസ്റ്റ് ഹാം മിഡ്ഫീൽഡറായ മത്യൂസ് ഫെർണാണ്ടസ് ആർസണൽ ഡിഫൻസിനെ കീറി മുറിച്ച് ഗോൾ കീപ്പറായ ഡേവിഡ് റായയുമായി ഒരു 1-on-1 സിറ്റുവേഷനിലേക്ക് എത്തി. ചങ്കൊരു നേരത്തേക്ക് നിലച്ചു പോയിട്ടുണ്ടാവും ആർസണൽ ഫാൻ്റെ ആ സമയത്ത്. പക്ഷെ ഡേവിഡ് റായ സ്റ്റുഡ് ലൈക്ക് എ റോക്ക്. ആ 1-on-1 സിറ്റുവേഷനിൽ ഡേവിഡ് റായയുടെ ആ ഒരു സേവ് ലിറ്ററലി സേവ്ഡ് ആർസണൽസ് ടൈറ്റിൽ ഹോപ്സ്. ലിറ്ററലി ഡേവിഡ് റായ അതേപോലുള്ള സിറ്റുവേഷൻസ് ഈ ഒരു സീസണിൽ പലവട്ടം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സേവിൻ്റെ ടൈമിങ് അല്ലെങ്കിൽ ആ ഒരു ഫിക്സ്ചറിൻ്റെ ക്രൂഷ്യൽ ടൈമിങ് കാരണം ഇതാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയണം എന്ന് തോന്നിയത്. നൗ ഫിഫ്ത്ത് മൊമെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എഗെയിൻ ഡേവിഡ് റായ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഹീറോ എന്ന് പറയുന്നത് VAR ആണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ഈ സെയിം മത്സരത്തിൽ തന്നെ 78ാമത്തെ മിനിറ്റിൽ നമ്മുടെ കാവൽമാലാകെ ഡേവിഡ് റായ നമ്മളെ സേവ് ചെയ്തു. 83ാമത്തെ മിനിറ്റിൽ ലിയോനാർഡോ ട്രൊസാർഡ് നമുക്ക് വേണ്ടി വിജയ ഗോൾ നേടി. മത്സരം 3 പോയിൻറ്റുമായി നമ്മൾ അവസാനിക്കുമെന്ന് വിചാരിച്ചപ്പോൾ മത്സരത്തിൻ്റെ അവസാനം കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉണ്ടായിരുന്നു, കുറച്ച് സർപ്രൈസസ്. മത്സരത്തിൻ്റെ സ്റ്റോപ്പേജ് ടൈമിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഒരു കോർണർ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് കിട്ടുന്നു. ഓക്കെ, നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഡിഫൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ വലിയ വരീഡൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ കോർണർ ബോൾ ബോക്സിനകത്തേക്ക് വന്നപ്പോൾ ഡേവിഡ് റായ ഉയർന്നു ചാടി ആ പന്ത് എടുക്കാൻ നോക്കുന്നു. പക്ഷേ ഡേവിഡ് റായയുടെ കയ്യിൽ നിന്നും പന്ത് സ്ലിപ്പായി പോകുന്നു. കാലം വിൽസൺ അത് സ്കോർ ചെയ്യുന്നു. ആൻഡ് വി തോട്ട് ദാറ്റ് വാസ് ഇറ്റ്, വി ലോസ്റ്റ് ഇറ്റ്. പക്ഷെ അങ്ങനെ ചിന്തിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ VAR സ്റ്റെപ്ഡ് ഇൻ. VAR സ്റ്റെപ്ഡ് ഇൻ ആൻഡ് റീപ്ലേസിൻ്റെ വരവായി പാബ്ലോ എന്ന് പറയുന്ന വെസ്റ്റ് ഹാം പ്ലെയർ ക്രിസ്റ്റൽ ക്ലിയർലി ഡേവിഡ് റായനെ ഫൗൾ ചെയ്യുന്നത് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. റഫറിയെ സ്ക്രീനിലേക്ക് വിളിപ്പിച്ചു. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈമാണ്. മിനിറ്റ്സ് മണിക്കൂറുകൾ പോലെ ഫീൽ ചെയ്തതാണ് ഓരോ ആർസണൽ ഫാനിനും. അവസാനം റഫറി കളത്തിലേക്ക് തിരിച്ചു വന്ന് ഫുൾ സ്റ്റേഡിയത്തിനോട് അനൗൺസ് ചെയ്യുകയായിരുന്നു, ഇറ്റ് വാസ് എ ഫൗൾ, പാബ്ലോ ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു മൊമെൻറ്റിൽ കിട്ടിയ ഒരു റിലീഫ് ഉണ്ടല്ലോ, ഈ ടൈറ്റിൽ വിൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു റിലീഫിൻ്റെ ഏറെക്കുറെ അടുത്ത് തന്നെ വരും ആ ഒരു മൊമെൻറ്റ് എന്നുള്ളത്. ഒരേ മാച്ചിൽ തന്നെ അങ്ങനെ 2 മൊമെൻറ്റ്സും എൻ്റെ ഫേവറേറ്റ് ആയി എന്നുള്ളതാണ്. മേ ബി ആ മാച്ചിൻ്റെ ക്രൂഷ്യൽ ഫിക്സ്ചർ, ആ ഒരു ടൈമിംഗ് ആയിരിക്കാം അതിനെ കുറച്ചും കൂടി വാല്യുബിൾ ആക്കിയത് എന്നുള്ളതാണ്. സോ ദീസ് ആർ മൈ ടോപ്പ് 5 മൊമെൻറ്റ്സ്. ഈ ഒരു സീസൺ, ഈ ഒരു ടൈറ്റിൽ വിന്നിങ് സീസണിൽ എൻ്റെ ടോപ്പ് 5 മൊമെൻറ്റ്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതിനെയാണ്. ഇതിൽ ഉൾപ്പെടുത്തേണ്ട തന്നെ അതേപോലെ വാല്യൂ ഉള്ള
രണ്ട് മൊമെൻറ്റ്സും കൂടി എനിക്ക് പറയാനുണ്ട്. ഹോണററി മെൻഷൻസ് ആയിട്ട് എബ്രച്ചി എസ്എ ഡിസ്ട്രോയിങ് ടോട്ടനം ഹോട്ട്സ്പർ അറ്റ് ബോത്ത് നോർത്ത് ലണ്ടൻ ഡെർബീസ്. വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സമ്മർ സൈനിങ്സ് ആയ എബ്രച്ചി എസ്എ അൺലീഷ് ചെയ്യായിരുന്നു 2 നോർത്ത് ലണ്ടൻ ഡെർബീസിനും പുള്ളി. അതേപോലെ തന്നെ ഡെക്ലാൻ റൈസിൻ്റെ, നമ്മുടെ അൺനെയിംഡ് ക്യാപ്റ്റൻ, അൺഒഫീഷ്യൽ ക്യാപ്റ്റനായ ഡെക്ലാൻ റൈസിൻ്റെ ഇറ്റ്സ് നോട്ട് ഡൺ മൊമെൻറ്റ് വരും കാലങ്ങളിൽ ലീഡർഷിപ്പിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് എടുത്തു പറയേണ്ട ഒരു മൊമെൻ്റ് തന്നെയാണിത്. പക്ഷേ ടോപ്പ് 5ലേക്ക് കയറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതും വാല്യുബിളായുള്ള മൊമെൻറ്റ്സ് തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ടോപ്പ് 5 മൊമെൻറ്റ്സ് എനിക്ക് കുറച്ചും കൂടി വാല്യുബിളായിട്ട് തോന്നിയുകൊണ്ടാണ് അവരെ വെച്ച് ഞാൻ ആ മൊമെൻറ്റ്സ് വെച്ച് ഞാൻ ടോപ്പ് 5 സെറ്റ് ചെയ്തത്. പക്ഷേ ഹോണററി മെൻഷൻസ് ആയിട്ട് ഇത് പറയുക തന്നെ വേണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തോന്നുന്ന ടോപ്പ് 5 മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ് ഫ്രം ആർസണൽസ് ടൈറ്റിൽ വിന്നിംഗ് സീസൺ ഏതൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തിയാൽ നമുക്കത് ചർച്ച ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചാനലിൻ്റെ വളർച്ചയ്ക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇപ്പോൾ നമ്മുടെ 2ാമത്തെ സീസണാണ് ചാനൽ തുടങ്ങിയതിന് ശേഷം. ഇവിടെ ഇപ്പോൾ അവസാനിച്ചു പോവാണ് പ്രീമിയർ ലീഗ് സീസൺ. നെക്സ്റ്റ് സീസണിലും നമ്മളിവിടെ തന്നെ ഉണ്ടാവും ആസ് എ ട്രൂ ആർസണൽ ഫാൻ. ഓക്കെ ഗൈസ്, സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് അലക്സാണ്ടർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.